ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിസ്മയ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു വ്ളോഗാണ് ഇത്. വ്ളോഗ് എന്ന് പറയാനില്ല, നമ്മളൊരു ചെറിയ കാര്യങ്ങളാണ് നമ്മളിൽ ഒരു ഈവനിങ് വ്ളോഗ് പോലെ ഒരു ദിവസത്തെ ഒരു വൈകുന്നേര സമയം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തിട്ട് പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ നിന്നാൽ കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാറുണ്ട്. അപ്പോൾ എന്നാലും ഇങ്ങനെ എടുക്കണം. കാര്യമില്ല, ഈ മഴയൊന്നും കാര്യമില്ല. അപ്പോൾ വലിയ മഴ വരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളിരുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. നമ്മൾ ആദ്യമായിട്ടാണ് വ്ളോഗ് ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കണത് എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങളുടെ കൂടെ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്കിനി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഏകദേശം സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഇങ്ങനെ വെളിയിലേക്കൊന്ന് നടക്കാൻ ഇറങ്ങി. അവനെന്ന് പറഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല. വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കണം. ഒന്നാമത് ഇപ്പോൾ തോട്ടത്ത് നല്ല കൊതുകിൻ്റെ കടിയും മഴയും കൂടി പെയ്തതാണ്. കൊതുകിൻ്റെ കൈലാസമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എത്തിയാൽ മതി, ചോര കിട്ടാണ്ട് പട്ടിണി കിടക്കണ പോലെയാണ് അവർ നമ്മളെ കടിക്കാനായിട്ട് ഓടി വരിക. ഇവനാണെങ്കിൽ തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയില്ല. പിന്നെ വല്യമ്മമാർ വിറകൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തേക്കൊക്കെ പോയി ഒരു ഭാഗത്ത് നിൽക്കാണ്ട് അവനിങ്ങനെ ഓടുമായിരുന്നു. അവൻ്റെ പിന്നാലെ ഓടിയിട്ട് എൻ്റെ ചോരയും പോയി, അവൻ്റെ ചോരയും പോയി. അവനെ പിന്നെ അധികം കൊതുകൊന്നും കടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെയാണ് നല്ലോണം കൊതുക് കടിച്ചത്. ഞാനാണെങ്കിൽ ഫോണും കൊണ്ടിങ്ങനെ നടക്കല്ലേ. അതുകൊണ്ട് അമ്മ ഈ വിറകടക്കൽ അവിടെ നിർത്തിയിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു. കാരണം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും എടുക്കണതിൻ്റെ ഇടയിലും മറ്റേ ഇവൻ ഓടിപ്പോയാലോ, നിൽക്കാണ്ടേ ഇങ്ങനെ ഓടുകയാണ്. പിന്നെ ഞാൻ ഈ വള്ളിയും പടപ്പും കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് പുറകിലുള്ള കാട്ടിൽ നമ്മൾ മറ്റേ പാവയ്ക്ക നട്ടിട്ടുണ്ടായിരുന്നു. കാട്ടുപാവയ്ക്ക എന്ന് പറയുന്നത് ചെറിയ പാവയ്ക്കാണ് കേട്ടോ. അതൊക്കെ പറിച്ചു. രാവിലെ തന്നെ കൂട്ടാൻ വെക്കാനായിട്ടൊന്നും പറിച്ചു. ഒരു വീഡിയോയ്ക്ക് പോലും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ നല്ല പച്ചപ്പും കാര്യങ്ങളും വൈകുന്നേരം സമയമാണ്. അത് കണ്ടപ്പോൾ അതിങ്ങനെ മൊത്തം ഇങ്ങനെ എടുത്തു. നമ്മുടെ തോട്ടത്തെ കോഴിക്കൂടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവനീ നടന്നു പോണ വഴി നേരെ പോണത് ഒരു റബ്ബർ തോട്ടത്തേക്കാണ്. നല്ല രസമുണ്ട് അവിടെ റബ്ബർ തോട്ടം. പക്ഷേ ഇവൻ എങ്ങനെയാണ് ഈ നടന്നു പോകണമെന്ന് ഇവൻ തന്നെ അറിയില്ല. ഇവനെ ഫസ്റ്റ് ടൈമാണ് ആ വഴി കാണുന്നത് തന്നെ. എന്നാലും അവൻ ഇങ്ങനെ പോവാണ്. പിന്നെ ഒന്ന് വീഡിയോ പിടിക്കാനോ എന്ന് കരുതിയിട്ട് അവനെ നടന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും അതങ്ങനെ വിട്ടു. കുറച്ച് ദൂരം തന്നെ പോയുള്ളൂ, അപ്പുറത്തേക്ക് പോയില്ല. നല്ല കൊതുകാണ് അവിടെ. പിന്നെ തോട്ടത്തിൽ കുറച്ച് മാമന്മാർ വലിച്ചന്മാർ വന്നപ്പോൾ അവനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എന്താ പറയുക, ചെറിയ പപ്പായ ചെറുത് മുറിച്ചപ്പോൾ ഒരു 4 പീസൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അത് ആ കാട്ടിൽ നിന്ന് വീട് വരെ ചുമന്നുകൊണ്ട് വന്നിട്ട് അവൻ തന്നെ മുറിക്കണം പറഞ്ഞ് കത്തിയും കയ്യിൽ വെച്ച്, മൂർച്ചില്ലാത്ത കത്തിയായിരുന്നു കേട്ടോ. മൂർച്ചുള്ളത് പിന്നെ നമുക്ക് കൊടുത്തില്ല. കത്തിയൊക്കെ കയ്യിൽ വെച്ച് ഞാനത് എങ്ങനെയോ അവൻ്റെ നിന്ന് പിടിച്ച് വലിച്ച് മുറിച്ച് 4 കഷ്ണം കിട്ടി. അതിൽ 4 കഷ്ണം അവനത് വെള്ളത്തിലിട്ടു, പകുതി മാട്ടിൻ്റെ ചട്ടിയിലും ഇട്ടു. അതുകൊണ്ട് കഴിക്കാൻ കിട്ടാത്ത സങ്കടം കൊണ്ട് ഞാൻ ഇന്നലെ കുറച്ച് മറ്റേ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് വട, കോയലപ്പമായിരുന്നു വാങ്ങിയത്. അപ്പോൾ അത് വാങ്ങിയിട്ട് അത് അവന് കൊടുത്ത് അവൻ്റെ കരച്ചിലൊക്കെ ഒതുക്കി. ആ നേരം കൊണ്ട് നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുമ്പോൾ അധികം ഇല്ലാത്ത പോലെ, പക്ഷെ നല്ല മഴയായിരുന്നു. കൊണ്ട് സംഭവം ഇവിടെ മരമായതുകൊണ്ട് അധികം നമുക്ക് തോന്നില്ല. പിന്നെ അങ്ങനെ ഞാനും അവനും കൂടി മഴയൊക്കെ കണ്ട് കോയലപ്പമൊക്കെ കഴിച്ചു. അവൻ എന്ത് കഴിച്ചാലും എനിക്കിത്തിരി തരും. അതാണ് അവൻ അങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോയലപ്പമൊക്കെ കഴിച്ചിട്ടായിരുന്നു. പിന്നെ മഴയൊന്നും മാറിയപ്പോൾ ഞങ്ങൾ വെളിക്കൊക്കെ ഒന്ന് ഇറങ്ങി. ആ നേരം പശുവിന് പുകയ്ക്കുണ്ടോ കൊതുക്, ഒരുപാട് കൊതുക്. പശുവും കൂടി ഉള്ളിലുണ്ടപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര കൊതുകായിരിക്കും. എല്ലാവരും മഴ തോർന്ന നേരം കൊണ്ട് തന്നെ ഭയങ്കര തകൃതിയിൽ പണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് മഴ മാറിയല്ലോ എന്ന് കരുതി വെളിയിലേക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം ഞങ്ങൾ വന്ന സ്പാടെ തിരിച്ചിങ്ങോട്ട് വന്നു. നല്ല സ്പീഡിൽ തന്നെ വന്നു, കാരണം ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഏകദേശം വൈകുന്നേരമായപ്പോൾ കൂട്ടാൻ വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ നമ്മൾ നോക്കി. സാമ്പാറായിരുന്നു വെച്ചത് കേട്ടോ. എൻ്റെ സ്പെഷ്യൽ സാമ്പാറായിരുന്നു, പരിപ്പ് സാമ്പാർ. അങ്ങനെ സാമ്പാറൊക്കെ വെച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ അമ്മാമ്മ ചെക്കനെ ഊതിയിട്ടുണ്ടായിരുന്നു. ഊതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ണേറൊക്കെ തട്ടുമ്പോൾ ഊതില്ലേ, കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിലോ ഒക്കെ അങ്ങനെ. അപ്പം അങ്ങനെ അമ്മാമ്മ ഊതുമൊക്കെ ചെയ്യും. ഇവിടെ കണ്ണ് തട്ടിയാലൊക്കെ അമ്മാമ്മയാണ് ഊത്. ഡെയിലി അമ്മാമ്മ അങ്ങനെ ഊതാറുണ്ട്. അവൻ ഇവിടെ വരുമ്പോൾ മാത്രം, എൻ്റെ വീട്ടിൽ വരുമ്പോൾ മാത്രം അങ്ങനെ ഊതാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഊത്തൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഒരു 6:45 സമയമാകുമ്പോൾ അവന് ചോറ് കൊടുക്കുമ്പോൾ അവന് ഫോൺ നിർബന്ധമാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൂ. ഒരു 7 മണി വരെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ.
അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. നല്ല നല്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.